സംസ്ഥാന സർക്കാർ നടത്തിയ ക്ഷേമ പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളിൽ അഭിവാദ്യമർപ്പിച്ച് സിപിഎം അമ്പലം ചുള്ളിയോട് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൂക്കോട്ടുംപാടത്ത് ആഹ്ലാദ പ്രകടനം നടത്തി. സിപിഎം നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗം വി കെ അനന്തകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ആ വിശദീകരണം വന്ന ഉടനെ നമ്മുടെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും വിവിധ വാർത്താ മാധ്യമങ്ങളും എല്ലാ പത്രമാധ്യമങ്ങളും ഈ വിഷയം വലിയ രൂപത്തിൽ നാട്ടിൽ ചർച്ച ചെയ്യുകയാണ്. ചിലർ ചർച്ച ചെയ്യുന്നത് ഇടതുപക്ഷം ഗവൺമെന്റ് 10 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഇത് തുടർന്നു വരാനുള്ള സർക്കാരിന്റെ പിടലിക്കിട്ട് പോകുന്ന ഒരു പരിപാടിയാണ് എന്ന രൂപത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ കൂടെ മറ്റൊരു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രസംഗിച്ചത്. എങ്ങനെയാണ് അങ്ങനെ ഒരു തോന്നൽ വന്നതെന്ന് അറിയില്ല. അവരുടെ ഒരു രീതി അങ്ങനെയാ. 2014, 2015, 2016 കാലഘട്ടത്തിൽ കേരളത്തിൽ അധികാരത്തിൽ നിന്ന ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരം വിട്ടൊഴിയുന്നതിന് തൊട്ടു മുമ്പാണ് കേരളത്തിൽ ക്ഷേമ പെൻഷൻ 500 രൂപ ഉണ്ടായിരുന്നത് 600 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. എന്നാൽ 500 രൂപ 600 രൂപയാക്കി വർദ്ധിപ്പിച്ച് ഒരു മാസത്തെ പെൻഷൻ പോലും കേരളത്തിലെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് കൊടുക്കാൻ ആ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ തയ്യാറായിട്ടില്ല. അതിനുശേഷം അധികാരത്തിൽ വന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഉമ്മൻചാണ്ടി 600 വർദ്ധിപ്പിച്ച 500-ൽ നിന്ന് 600 വർദ്ധിപ്പിച്ച 100 രൂപ ഉൾപ്പെടെ 18 മാസത്തെ പെൻഷൻ ഒന്നിച്ച് പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത ഉടൻ തന്നെ അനുവദിക്കുന്ന സ്ഥിതിയുണ്ടായി. 18 മാസത്തെ കുടിശ്ശിക തീർത്തു കൊടുത്തു. അമരമ്പലം ലോക്കൽ സെക്രട്ടറി പി സി നന്ദകുമാർ, ചുള്ളിയോട് ലോക്കൽ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ, പി ടി മോഹൻദാസ്, എം എ നസീർ, വി കെ ചന്ദ്രബാനു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.